ചൈനയിലെ വൻമതിലിനെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ ആഫ്രിക്കയിലും വലിയൊരു വൻമതിൽ പണിയുന്നുണ്ട്. പക്ഷേ അത് കല്ലും മരവും സിമെൻറ്റുമൊന്നും ഉപയോഗിച്ചല്ല, മറിച്ച് വൃക്ഷങ്ങൾ കൊണ്ടുള്ള ഒരു വൻമതിലാണ്, ഒരു ഗ്രീൻ ബെൽറ്റ്. ലോകത്തിന് തന്നെ പുതിയ മാതൃകയാകുന്ന പ്രകൃതി സംരക്ഷണത്തിന് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നീക്കമാണ് അവിടെ ഉണ്ടാവുന്നത്. കല്ലും സിമെൻറ്റുമല്ല, പകരം കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഒരു പച്ചപ്പിൻ്റെ വൻമതിൽ അവിടെ പണിയുന്നത്. സഹാറ മരുഭൂമിയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാനും ആഫ്രിക്കൻ ഭൂഖണ്ഡമൊരുക്കുന്ന ഗ്രേറ്റ് ഗ്രീൻ വാൾ അഥവാ ഹരിതമതിൽ എന്ന പദ്ധതിയാണത്. നമുക്കതെന്താണെന്ന് നോക്കാം. ആഫ്രിക്കയുടെ വടക്കൻ മേഖലയെയും തെക്കൻ പുൽമേടുകളെയും വേർതിരിക്കുന്ന സഹേൽ എന്ന വരണ്ട പ്രദേശത്താണ് പ്രകൃതിയെ വീണ്ടെടുക്കാനുള്ള ആ ഒരു പദ്ധതി നടക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രതീരത്തെ സെനഗൽ മുതൽ ചെങ്കടലിൻ്റെ തീരത്തുള്ള ജിബൂട്ടി വരെ നീളുന്ന അമ്പരപ്പിക്കുന്ന ഒരു ഹരിതമതിൽ. 2007 തുടങ്ങിയ ഈ പദ്ധതി മുമ്പും പലപ്പോഴും വാർത്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ അത് അതിസുപ്രധാനമായ ഒരു ഘട്ടം പിന്നിടുകയാണ്. വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക മാറ്റം അത് ഇടവെച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 8,000-ഓളം കിലോമീറ്റർ നീളത്തിലാണ് ഈ പച്ചപ്പിൻ്റെ വലയമൊരുങ്ങുന്നത്. 8,000-ഓളം കിലോമീറ്റർ നീളം, 15 കിലോമീറ്ററോളം വീതി. ഇതാണ് ഈ ഹരിതമതിലിൻ്റെ പ്രത്യേകത. അങ്ങനെ സഹാറ മരുഭൂമി ആഫ്രിക്കയുടെ ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് വ്യാപിക്കുന്നത് ഇത്തരമൊരു ഹരിത വലയം സൃഷ്ടിച്ച് തടയുക എന്ന വലിയൊരു പദ്ധതിയാണ്. ആഫ്രിക്കൻ യൂണിയൻ്റെ നേതൃത്വത്തിൽ 2007 ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് വെറുമൊരു മരം നടീൽ പ്രസ്ഥാനമല്ല, മറിച്ച് നശിച്ചുപോയ കാടുകളും പുൽമേടുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ ജനകീയ കൂട്ടായ്മ എന്നതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് നോക്കാം ഇനി എന്താണ് ഈ പദ്ധതി, എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന കാര്യം കൂടി വിശദമായി നോക്കാം. സ്ക്രീനിലേക്ക് വരുമ്പോൾ അറിയാം, ഇതാണ് ആഫ്രിക്ക. എത്ര വലിയ ഭൂപ്രകൃതം. ഇപ്പോഴും നിഗൂഢമായ പലയിടങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ കാലത്താത്ത നിരവധി ഇടങ്ങളുള്ള നിഗൂഢതകളുടെ കേന്ദ്രമായ ആഫ്രിക്കയിൽ ഇതാ ഈ മേഖല പൂർണ്ണമായും സഹാറ മരുഭൂമിയുടെ മേഖലകളാണ്. അത് ആഫ്രിക്കയെ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ കടന്നു വരികയാണ്, വ്യാപനമുണ്ടാവുകയാണ്. അവിടെയാണ് പുതിയൊരു ഹരിത ബെൽറ്റ് ഉണ്ടാവുക. സഹേൽ എന്ന ഈ മേഖല, അതായത് ഇവിടെ നിന്നും ഇവിടേക്ക് ഒരു പുതിയ ഹരിത ബെൽറ്റ് നിർമ്മിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് പൂർത്തിയാക്കാനുള്ളത്. കാരണം വലിയ രീതിയിൽ പാരിസ്ഥിതിക നഷ്ടമുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും ഒപ്പം തന്നെ വരൾച്ചയും മൂലം പൊറുതിമുട്ടുന്ന ഒരു വലിയ ജനങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനുള്ള പുതിയ സാധ്യതകൾ കൂടിയായി ഇത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സഹാറ മരുഭൂമി ആഫ്രിക്കയുടെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, ഒരു ഹരിത മതിൽ, അതാണ് എല്ലാ അർത്ഥത്തിലും ഉദ്ദേശിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ ഏകദേശം നീളം 8,000-ഓളം കിലോമീറ്ററുകൾ വരും. ഈ 8,000-ഓളം കിലോമീറ്റർ നീളത്തിൽ 15 കിലോമീറ്ററോളം വീതിയിലാണ് ഹരിതമതിൽ ഉണ്ടാകുന്നത്. ആദ്യം 2007 ആഫ്രിക്കൻ യൂണിയൻ ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നിരനിരയായി മരങ്ങൾ ഇങ്ങനെ നട്ടുപോകാമെന്ന ചിന്തയായിരുന്നു. പിന്നീടാണ് തിരിച്ചറിയുന്നത് അങ്ങനെ നട്ടുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, പകരം അതൊരു ഹരിത ബെൽറ്റായി തന്നെ മാറുക. അങ്ങനെയാണ് വലിയ വീതിയിലുള്ള ഒരു നീക്കമുണ്ടാകുന്നത്. വെറുതെ മരങ്ങൾ വെച്ച് പോവുക മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവിടുത്തെ പ്രാദേശികമായ സന്തുലിതാവസ്ഥ നിലനിർത്തിയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം, മറ്റു നീക്കങ്ങളൊക്കെ ഉണ്ടാവുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്നതുകൂടിയാണ് ഈ ഒരു ഹരിതമതിലിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു നീക്കം കൂടിയായി ഇത് മാറി എന്നതാണ് സാഹചര്യം. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി നോക്കാം. എന്താണ് ഹരിതമതിലിൻ്റെ ലക്ഷ്യങ്ങൾ? ഒന്ന്, 2030 ഇത് പൂർത്തിയാവണം. 2007 തുടങ്ങി 2030 പൂർത്തിയാവുമ്പോഴേക്കും 100 മില്യൺ ഹെക്ടർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. മറ്റൊന്ന്, അന്തരീക്ഷത്തിൽ നിന്നും 250 മില്യൺ ടൺ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്ത് ആ പ്രദേശത്തെ രക്ഷപ്പെടുത്തുക, നമ്മുടെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്ന മറ്റൊരു വലിയ ലക്ഷ്യം. അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ 10 മില്യൺ ഹരിത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. കാരണം ഇങ്ങനെയൊരു ഹരിത ബെൽറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രാദേശിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ആ പ്രദേശത്തിന് നേട്ടമാവുക, ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാധ്യതയാക്കി മാറ്റുക എന്ന മറ്റൊരു നീക്കം കൂടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, അടുത്ത ലക്ഷ്യം സഹാറ മരുഭൂമിയുടെ വ്യാപനം തടയുക എന്നതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ആഫ്രിക്കയെ കാർന്നു തിന്നുന്ന സഹാറ മരുഭൂമിയുടെ ആ വലിയ ഉഷ്ണ സാഹചര്യങ്ങളെ തടയിടുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ലോകത്തെ മറ്റൊരു വലിയ മാതൃക കൂടിയായി ഈ പദ്ധതി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 20-ലധികം വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുടെ
വിവിധ ആഗോള പരിസ്ഥിതി സംഘടനകളും ഈ പദ്ധതി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനകം തന്നെ 30 മില്യൺ ഹെക്ടറിലടക്കം ഭൂമി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെനഗൽ, ഒപ്പം എത്യോപ്യ, നൈജീരിയയുമെല്ലാം ഈ ഹരിത വിപ്ലവത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വരൾച്ചയും പട്ടിണിയും കാരണം സ്വന്തം നാട് വിടേണ്ടി വന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പുതിയൊരു ജീവനോപാധി കൂടിയായി ഈ മനുഷ്യമതിൽ മാറുകയാണ്, ഈ ഹരിതമതിൽ മാറുകയാണ്. അങ്ങനെ ഭാവിയിലേക്ക് ആഫ്രിക്കയിൽ നിന്നും മറ്റൊരു മാതൃകയുണ്ടാവുകയാണ്. പരിസ്ഥിതിയെ മുൻനിർത്തിയുള്ള ഒരു ഹരിതമതിൽ മാതൃക. നമുക്ക് സ്വാഭാവികമായും കാത്തിരിക്കാം. 2030 ചുരുങ്ങിയ നാളത്തെ കാത്തിരിപ്പ് കൂടിയുള്ളൂ, 4 വർഷം കൂടി അതിനുള്ളിൽ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.